അമ്മയ്ക്കും എല്ലാവർക്കും എടുത്ത്. പിന്നെ ആർക്കും എടുക്കാത്തേ? നിങ്ങളെ മോളുണ്ടല്ലോ, ഓക്ക് ഇതുവരെ കല്യാണ സാരി തെരഞ്ഞിട്ട് കിട്ടിയില്ല. അതിനാണ് ഇരിക്കുന്ന അവസാനം ഞാൻ കാല് കടഞ്ഞു വന്നതാണ്. എത്ര എടുത്തിട്ടെന്നറിയട്ട ആണില്ലേ. അപ്പോൾ ഓള അങ്ങനെ തന്നെയാണ്. ഇന്ന് മൂന്തിയാവുമ്പോൾ ഓള് സാരി സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമെന്നറിയില്ല. സാബു എന്നറിയും വാസേട്ട. അപ്പോൾ സാബു ചിരിച്ചിട്ട് പറയും, വാസേട്ടാ മൂന്തി ഒന്നുമില്ല, ഇതാ ഞാൻ പോണ ഇപ്പം തന്നെ സാരി സെലക്ട് ചെയ്തിട്ട് വരും. ഞാൻ അറിയാം ആ സാബു ഈ പോയാൽ ചിലപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എടുക്കുള്ളൂ, കാരണം ഈ പറഞ്ഞവൻ ഓൾ കേൾക്കും അറിയാം. അപ്പോൾ ഓനങ്ങോട്ട് ചെല്ലും. ഓനങ്ങോട്ട് ചെന്നാൽ ബാലനും ബാബൊക്കെ ഇങ്ങോട്ടേക്ക് പറയാം, കാർത്തികനോട് റീ ഇവിടെ നിന്നോട്ടോ, ഞാനും ബാലൻ അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് ഓരോ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഓളെ പറയും, സാബു എനിക്ക് ഒന്നും ഇഷ്ടാവില്ല, എനിക്കൊന്നും ഇഷ്ടാവില്ല. ഓനങ്ങനെ നോക്കിയിട്ട് ആ കാഞ്ചീപുരം ബനാറസിൻ്റെ അവിടെ നിന്ന് പറയാം, ഏട്ടാ ആ അട്ടീന്ന് ഇങ്ങോട്ട് ഇരിക്കുക. അപ്പോൾ വളരെ സാബു അത് കല്യാണ ഡ്രസ്സാടാ, കല്യാണ പെണ്ണുങ്ങൾ എടുക്കണം. അപ്പം ഞാൻ കാർത്തികക്ക് എടുത്ത എന്താ പറയുക, എന്തേ കല്യാണ പെണ്ണുങ്ങൾ എടുത്തത് അനക്കെടുക്കാൻ പറ്റില്ല, മിണ്ടല്ലേ. ചിലപ്പോൾ എൻ്റെ കല്യാണത്തിന് അനക്കിപ്പോൾ ഈ ഡ്രസ്സൊന്നും എടുത്ത് വരാൻ പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചപടി ഇട്ട ഡ്രസ്സിനെല്ലാം ഓടേണ്ടി വരും. അപ്പോൾ ഈ ഡ്രസ്സ് ഇടാൻ എനിക്ക് കഴിഞ്ഞില്ല. എടാ നാവ് വച്ച് അവന് പറയലടാ സാബു. ആ ശരി, എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഈയും കല്യാണ ഡ്രസ്സ് പോലെ തന്നെ ഇടണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എടുത്തിട്ടാൽ നല്ല ഭംഗിയിലാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല നല്ല നീല, നമ്മളെ പണ്ട് നീല മുക്കുന്ന കളറ് നീലുണ്ട്, ഇങ്ങനെ ഒരു പൊടി ആയിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഉച്ചാലയ്ക്ക് പകരം പണ്ട് മുക്കുക, അങ്ങനത്തെ ഒരു കളറ് നീല. ആ നീലയിൽ എൻ്റെ മക്കളെ ആ സൗം കൂടി വന്ന് ഭയങ്കര ഭംഗിട്ടോ. ആ ശാലിനിക്ക് അത് എടുത്താൽ ആകാശത്ത് നക്ഷത്രം കൂടി തൊറ്റോ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പറയും അങ്ങോട്ട് എടുത്ത്. അപ്പോൾ വളരെ എടാ, അപ്പോൾ ചോദിക്കും ഇതങ്ങനെ അറിയാം. അപ്പോൾ അവള് മെല്ലെ ചോട്ട് പറഞ്ഞു കൊടുക്കുക, എടാ വലിയ വിലയാടാ കല്യാണ സാരിക്ക്, ഇതിന് ഭയങ്കര വിലയാണ്. വിലയൊന്നും ചെയ്ത് നോക്കണ്ട, അതിൻ്റെ ബില്ലിൻ്റെ അകത്ത് അടിക്കും. അപ്പോൾ പറയും എടാ ഓർക്ക് മനസ്സിലാവില്ല. അപ്പോൾ പറയും ഇപ്പോൾ ഡ്രസ്സ് എടുത്തുവെച്ചില്ല, ഷർട്ടൊക്കെ ഞാൻ അവിടെ എടുത്തുവെച്ചിരുന്നു, ആ ബില്ലിൻ്റെ അകത്ത് ഇതിൻ്റെ പൈസയും കൂടി അടിച്ചാൽ മതി കേട്ടോ, എന്നിട്ട് ഈ സാരി കോരതിലേക്ക് ഇട്ടിട്ട് ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു ചിരിക്കുക ആയിക്കോട്ടെ എന്ന് അറിയട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ എടുത്തോ. ഇനി ഇതിനെന്താ പാവാടയോ അടിവാട എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതും കൂടി എടുത്തെടുത്തേക്ക്. അപ്പോൾ അറിയാം പാവാടേൻ്റെ പൈസയൊക്കെ മറ്റേലടിപ്പിക്കുക. അണ്ടടി ഇത്രയും വിലൻ്റെ സാരി വാങ്ങിയാൽ പിന്നെ എനിക്ക് അനക്കൊരു ബോഡി ഷെഡി പാവാടി വാങ്ങാനുണ്ട്. ഇപ്പം ബുദ്ധിമുട്ട് പറയും. സാബു ആൾക്കാർ കേൾക്കണമെന്ന് പറയും. ഞാൻ എല്ലാവർക്കും അറിയാം ഇതൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ഓരും ചിരിക്കട്ടോ, കാർത്തികയ്ക്ക് ചിരിച്ചിട്ട് വയ്യട്ടോ. കാർത്തിക് ഇങ്ങനെ അത്ഭുതത്തോടെ സാബുനെ നോക്കട്ടോ. സാബുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ശാലിക്ക് നല്ല ചേർന്ന ചെക്കൻ. അവൻ്റെ സ്വഭാവമൊക്കെ ഓള് കാർത്തിക എപ്പോഴും ഓരോ കൂടെ ഉണ്ടാവില്ല അവർ കണ്ടുമുട്ടുമ്പോൾ. അവൻ്റെ സംസാരം